ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലൂബിക്ക് എങ്ങനെയാണ് ഉപ്പിലിട്ട് വയ്ക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ലൂബിക്ക് ഉപ്പിലിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും, അതേപോലെ തന്നെ ഒരുപാട് നാൾ കേടുകൂടാതെയും ഇരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉപ്പിലിട്ട് വയ്ക്കാമെന്ന്. അപ്പോൾ ഇപ്പോൾ ലൂബിക്കയുടെ സീസണാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെ ലൂബിക്ക മരത്തിൽ ലൂബിക്ക നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ലൂബിക്ക പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത ലൂബിക്കയേക്കാളും നമുക്ക് നല്ലത് കുറച്ച് റോസ് കളർ പോലത്തെയുള്ള ലൂബിക്കയാണ്. അപ്പോൾ നല്ല പഴുത്ത ലൂബിക്കയാണെന്നുണ്ടെങ്കിൽ അത് ഉപ്പിലിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് ഉപ്പ് പിടിക്കും. പക്ഷേ ഇപ്പോൾ അത് കുറേ നാൾ ഉപ്പിലിട്ട് ഇരിക്കില്ല, പെട്ടെന്ന് തന്നെ കേടായി പോവും നല്ല ചുവപ്പ് കളറുള്ള ലൂബിക്കയാണെങ്കിൽ. പക്ഷേ കുറച്ച് റോസ് കളറുള്ള ലൂബിക്ക അല്ലെങ്കിൽ ഇതുപോലത്തെ ഒക്കെ ഒരു കളറുള്ള ലൂബിക്കയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ ഉപ്പിലിട്ട് തന്നെ കേടുകൂടാതെ ഇരിക്കും. ഇപ്പം ഞാൻ 2 കളറിലും ഉള്ള ലൂബിക്ക ഒരുമിച്ച് തന്നെയാണ് ഉപ്പിലിടാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് നാൾ ലൂബിക്ക ഉപ്പിലിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് റോസ് കളർ പോലത്തെ ഉള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഉപ്പിലിട്ട് വയ്ക്കുക, നല്ല പഴുത്തത് സെപ്പറേറ്റ് ആയിട്ട് ഉപ്പിലിട്ട് വയ്ക്കുക. അങ്ങനെ ചെയ്താൽ മതിയാവും. ഇപ്പോൾ ലൂബിക്കെല്ലാം നന്നായി കഴുകിയതിന് ശേഷം ഞാനിവിടെ ഒരു ഡപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചില്ലിൻ്റെ കുപ്പി കിട്ടുകയാണെങ്കിൽ അതിലിട്ട് വയ്ക്കുകയായിരിക്കും ഒന്നും കൂടി നല്ലത്. ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റൂബിക്കെല്ലാം തന്നെ മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതിൽ ഈ വെള്ളത്തിൽ ഉപ്പിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം വെള്ളം നന്നായി ചൂടാറി കഴിയുമ്പോഴാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഉപ്പ് നന്നായി തന്നെ കൂടി നിൽക്കുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കാന്താരി മുളകിൻ്റെ അറ്റം ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളകെല്ലാം നന്നായി ഇതിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാന്താരി മുളക് ആകുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാ മുളകായാലും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മുളകുണ്ടെങ്കിൽ അതായാലും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇത് ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇത് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല പഴുത്തതിൽ പെട്ടെന്ന് പിടിച്ചിട്ടുണ്ടാവും. പഴുപ്പ് കുറവുള്ളതിൽ പിടിക്കാൻ കുറച്ച് സമയമെടുക്കും, പക്ഷെ അത് കേടുകൂടാതെ ഒരുപാട് നാളിരിക്കും. ഇപ്പോൾ ഞാനൊരു 3 ദിവസത്തിന് ശേഷം തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, നല്ല പഴുത്തൊക്കെ നന്നായി ഉപ്പ് പിടിച്ചിട്ടുണ്ട്, കളറൊക്കെ തന്നെ നന്നായി മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ലൂബിക്ക് ഉപ്പിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കാന്താരി മുളകാണ് ഇതിന് നല്ലൊരു മണവും നല്ല ടേസ്റ്റൊക്കെ തരിക. അപ്പോൾ കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാ മുളകായി ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉപ്പിലിട്ട് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.